ഇന്ന് മാർച്ച് 8. അപ്പം ഹാപ്പി വുമൻസ് ഡേ. ഇതേതായാലും ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആകും കേട്ടോ. മാർച്ച് 8 തന്നെ ഒരു വനിത എന്ന നിലയ്ക്ക് ഞാനെടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയാറായിട്ടില്ലെങ്കിലും വേസ്റ്റ് ഡിസിഷൻ ആവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ദേ കഥ ഇനി കേരളത്തിൽ നിന്ന് അങ്ങ് പറന്ന് 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 ദുബായിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ട്രിപ്പല്ല, ഞാൻ വിസിറ്റിംഗ് വിസ എടുത്ത് ഒരു കുഞ്ഞ് നാട്ടിലേക്ക് ഒരു വലിയ ജോലി അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പം കണക്ഷൻ ആയതുകൊണ്ട് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒമാനിൽ ചെന്നിറങ്ങിയിട്ടായിരുന്നു ഞാൻ ദുബായ് കടപ്പുറത്തേക്ക് പോയത്. മാർച്ച് 8 തന്നെ പോകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കേട്ടോ. ഈ വർഷത്തെ ഏറ്റവും സാഹസികമായ തീരുമാനം ഇതായിരിക്കുന്നു എന്ന് ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നു. അത് തെറ്റാവില്ല എന്നൊരു ചെറിയ ധാരണയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. മുന്നേ പോയിട്ടുള്ളത് ഞാൻ ഏജൻസി ത്രൂ ആയിരുന്നു ഖത്തറിൽ പോയത്. അപ്പം അറിയാവുന്ന അവിടുന്ന് വിട്ട ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, അതുകൊണ്ട് പേടിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി ഞാൻ എലോൺ ആണ് പോയത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ മൈൻഡിൽ അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ, പേടിയാണോ, അങ്ങനത്തെ ഒരു വികാരങ്ങളും വന്നില്ല. ജസ്റ്റ് ഞാൻ എന്തോ വീട്ടിൽ നിന്ന് ചേർത്തലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞാൻ അപ്പോഴും. ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ ചെയ്യുമ്പോഴും. അങ്ങനെ ഒമാൻ എയർലൈൻസ് ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഫുഡൊന്നും ഉണ്ടാവത്തില്ല. ബിക്കോസ് ഞാൻ ഇതുപോലെ ഒരു ഇഫ്താർ മാസത്തിൽ ഖത്തറിലേക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ വെള്ളം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ജസീര എയർലൈൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം 2-3 ചോക്ലേറ്റ്സും ഇത്തിരി വെള്ളമൊക്കെ ആയിട്ടാണ് പോയത്. ബൈ ദ ബൈ ഈ ചോക്ലേറ്റ് എനിക്ക് മിനിമോൾ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് സ്ക്രീനിങ് ഒക്കെ ഉള്ള ഒരു ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ ടി വി ഒക്കെ നമ്മൾ ഓൺ ചെയ്തു, അതിൽ സിനിമ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഫ്ലൈറ്റിലെ ഒരു എൻ്റെയർ ലുക്ക്. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് സീറ്റിലായിരുന്നു, അതായത് 34C ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ. വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒമാൻ എത്താറായോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ. ആ വിൻഡോ സീറ്റിലിരുന്നൊരു പയ്യൻ്റെ കൈ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും മൂപ്പർ എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്തെങ്കിലും ഈ വ്ലോഗ് കാണുമ്പോൾ. ആ കൊച്ചു നാട്ടിലേക്ക് നമ്മൾ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയ വിമാനമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഒമാനിലെത്തി. ലാൻഡിങ് കണ്ടല്ലോ, എനിക്ക് വേണ്ടി മാത്രം ഒരു വിമാനം അപ്പോഴത്തേക്കും ഇറക്കി തന്നു. എൻ്റെ വ്ലോഗിന് വേണ്ടി ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ചളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒമാൻ എയർപോർട്ടിൽ ഞാൻ നടന്ന് പിന്നെയും തിരിച്ചും മറിച്ചുമൊക്കെ ഒരു സൈഡിലേക്കാണോ വന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കി കഥ.